ഗുഡ് മോർണിംഗ് മക്കളെ. എന്നാ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഓക്കെ, സ്കൂൾ തുറക്കാറായിട്ടുണ്ടല്ലേ? അതിന് പഠിത്തം ഇച്ചിരി സീരിയസ് ആക്കണം കേട്ടോ. നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾസ് ആണ്. സം ഓഫ് ടു നമ്പർ ഇസ് 28 ആൻഡ് ദ ഡിഫറൻസ് ഈസ് 12. വാട്ട് ആർ ദ നമ്പേഴ്സ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, പെട്ടെന്ന് ചെയ്യാം. ടു നമ്പേഴ്സ്, ലെറ്റ് ദി ഫസ്റ്റ് നമ്പർ എന്നാ കൊടുക്കും? ഫസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു എക്സ് എന്ന്. സെക്കൻഡ് എന്നാ കൊടുക്കും? വൈ. ഇത് എളുപ്പം ചെയ്യാവുന്ന പ്രോബ്ലം, വേറെ കണ്ടീഷൻ ഒന്നുമില്ല. രണ്ട് സംഖ്യകൾ തമ്മിൽ സം ചെയ്താൽ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 28 ആണ്. ആൻഡ് ദ ഡിഫറൻസ് അവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പം ഇത് ഫസ്റ്റ് കണ്ടീഷൻ, ഇത് സെക്കൻഡ് കണ്ടീഷൻ. നമ്മൾ ക്യാൻസൽ നോക്കാൻ പോവാ. എല്ലാം ക്യാൻസൽ ചെയ്യാനുണ്ടോ? ഇവർ എക്സും വൈയും സെയിം ആണ്, എക്സും സെയിം ആണ്, വൈയും സെയിം ആണ്. പക്ഷെ എക്സ് രണ്ടും പോസിറ്റീവാണ്, വൈ ഒന്ന് പ്ലസും ഒന്ന് മൈനസും. സിമ്പിളായില്ലേ? വെറുതെ ചെയ്താൽ മതി, ഒന്നും മാറ്റാനില്ല. പ്ലസ് ഇത് തമ്മിൽ ക്യാൻസലായി. എക്സ് പ്ലസ് എക്സ്. ഇപ്പൊ 1x + 1x 2x. ഇത് രണ്ടും പ്ലസ് ആണ്. ഇപ്പൊ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഇത് രണ്ടും പ്ലസ് ഇഷ്ടമാണ് 40 അല്ലേ? ഇപ്പൊ 2x = 40. അപ്പൊ എക്സ് എങ്ങനെ കാണും? 40. 2നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്നായി മക്കളെ? ഡിവിഷൻ 20. അപ്പൊ എക്സ് എത്ര കിട്ടി? ഫസ്റ്റ് നമ്പർ 20 എന്ന് കിട്ടി. സെക്കൻഡ് നമ്പർ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഇക്വേഷനകത്തോട്ട് ഫസ്റ്റ് തന്നെ കൊടുക്കാം. എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എക്സ് പ്ലസ് വൈ = 28 എന്നായിരുന്നു. എക്സിന്റെ സ്ഥാനത്ത് 20 ഇട്ടേ. 20 + y = 28. വൈ ഒറ്റയ്ക്കാക്ക്. അപ്പൊ 28 അവിടെ കിടപ്പുണ്ട്. 20 ഇങ്ങോട്ട് കൊണ്ടുപോവാ. +20 ആയിരുന്നു, അപ്പൊ -20. അപ്പോൾ y = പ്ലസും മൈനസും കൂടെ വന്നാൽ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ സ്ഥാനം y = 8. അപ്പൊ ഫസ്റ്റ് നമ്പർ 20, സെക്കൻഡ് നമ്പർ 28. അവർ പറഞ്ഞ കണ്ടീഷൻ ശരിയല്ലേ? രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ 20 + 8 28. 20 ന്ന് 8 പോകെ 12 സബ്ട്രാക്ട് ചെയ്താൽ. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ലേ? ചെറുതാണ്. നമുക്ക് ഈ പ്രോബ്ലം തന്നെ സെയിം പ്രോബ്ലം ആണ്, വേറൊരു എക്സാമ്പിൾസ് കിടക്കുന്നതാണ്. ഞാൻ നമ്പേഴ്സ് ഒന്ന് മാറ്റിത്തരാം. അപ്പം നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിന് വേണ്ടി തരുന്നേ ഉള്ളൂ കേട്ടോ. സം ഓഫ് ഫസ്റ്റ് ടു നമ്പർ ഇസ് 36 ആൻഡ് ദ ഡിഫറൻസ് ഇസ് 8. നമ്പർ മാത്രം മാറിയുള്ളൂ, സെയിം കണ്ടീഷൻ. ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ തന്നെ എഴുതുന്ന രണ്ട് നമ്പേഴ്സ് തമ്മിൽ എക്സും വൈ ആണ് നമ്പേഴ്സ്. ആഡ് ചെയ്താൽ 36 ഫസ്റ്റ് കണ്ടീഷൻ, സബ്ട്രാക്ട് ചെയ്താൽ 8. നിങ്ങൾ തന്നെ ചെയ്യത്തില്ലേ? ഇത് ചെയ്യും, എനിക്കറിയാം. എന്തേ? പ്ലസും മൈനസും വൈ സെയിം ആണ്, ക്യാൻസൽ ചെയ്തു. 2x = ആഡ് ചെയ്യവർ തമ്മിൽ അല്ലേ? ഇപ്പൊ എത്ര വരും? 14 ഇഷ്ടമൊന്ന് 44. അപ്പൊ x x ഒറ്റയ്ക്കാക്കുമ്പോൾ എന്നാ വരും മക്കളെ? 44/2 അല്ലെ? ഇവിടെ × 2 ആയിരുന്നു, 2x × 2 ആണ്. ഇപ്പൊ തോന്നുന്നു ഡിവിഷൻ 22. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാ? 22. ഇനി നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുന്നു. ഫസ്റ്റോ സെക്കൻഡ് എടുക്കാം. എക്സ് മൈനസ് വൈ = 8 കൊടുക്കാം. എക്സിന്റെ സ്ഥാനത്ത് 22 മൈനസ് വൈ = 8. ഇനി മൈനസ് വൈ ഇത് ഒറ്റയ്ക്കാക്കിക്കേ. മൈനസ് വൈ = 8. ഇത് ഇപ്പുറത്ത് പോകും. +22 ആയിരുന്നു, അപ്പുറത്ത് പോയപ്പം -22. മൈനസ് വൈ = പ്ലസും മൈനസും വന്നു. ഇത് മക്കളെ സബ്ട്രാക്ട് ചെയ്യും അല്ലെ? 22-ൽ നിന്ന് 8 പോകെ 22-ൽ നിന്ന് 8 14. 40. വലുതിന്റെ സൈൻ -40 അല്ലേ? ഓക്കെ, രണ്ട് സൈഡിലും മൈനസ് വന്നോണ്ട് നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ക്യാൻസൽ ആയിരിക്കും. അപ്പൊ therefore y = 14. therefore the numbers are first number 22, second number 14. നോക്കി ആഡ് ചെയ്ത് 38 കിട്ടത്തില്ലേ? 22ഉം 14ഉം കൂട്ടിയാ 36 കിട്ടും. 22-ൽ നിന്ന് 14 പോകെ 8 കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം അല്ലേ? സെയിം പ്രോബ്ലം ആണ്, നമ്പേഴ്സ് മാറ്റി കൊടുത്ത് മാത്രം ചെയ്താ. എന്തിനു വേണ്ടി? നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടി, നിങ്ങൾ കൂടുതൽ ചെയ്ത് പഠിക്കാൻ വേണ്ടി കേട്ടോ മക്കളെ. ഓക്കെ, ഇത് കണ്ടിട്ട് ചെയ്ത് പഠിക്കണം. ഞാൻ എപ്പോഴും പറയുന്നില്ല, നിങ്ങൾക്ക് മടുപ്പുണ്ടാവില്ല ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട്. ഈ ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിച്ചാലേ നമ്മൾ മാത്സ് പഠിക്കുകയുള്ളൂ മക്കളെ. ഞാൻ എപ്പോഴും പറഞ്ഞാൽ ചെയ്ത് പഠിക്കാന്ന് പറഞ്ഞാൽ ചുമ്മാ ഓപ്പോസിഷൻ എഴുതുന്ന എഴുതി പഠിക്കുവല്ല. എന്താ? കണ്ടിട്ട് തന്നെ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം ചെയ്താൽ മതി മക്കളെ. നിങ്ങളെ ശരിയാക്കിയെങ്കിൽ പിന്നെ അത് തെറ്റത്തില്ല. അഥവാ തെറ്റിയെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചെയ്തു, തെറ്റിപ്പോയി, ഓക്കെ,
അപ്പം തെറ്റിയുടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, പിന്നെ അത് മറക്കുമോ ജീവിതത്തിൽ? ഇല്ല. അങ്ങനെ കേട്ടോ. ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ കമൻറ്റ് വേണം എനിക്ക്. നിങ്ങൾ എന്താണ് ഇത് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണ്ടേ. അതിൽ എനിക്ക് സന്തോഷമല്ലേ അതൊക്കെ കേൾക്കുന്നത്. ഓക്കെ മക്കളെ, ശരി, താങ്ക് യു.